പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ഇളയവന് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. ഈ വൈകിയ സമയത്ത് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരിശുദ്ധനായ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവ് എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ് എന്ന് പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവരെ ശരിയായ വഴിയിൽ നിന്നും തെറ്റിച്ച് വ്യാജത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അഭ്യസിപ്പിക്കുന്ന ഒരു കൂട്ടം വ്യാജ സന്ദേശകർ അഥവാ വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഉദരത്തിൻ്റെ എല്ലായിടങ്ങളിലും ശത്രുവിൻ്റെ പ്രേരണയാൽ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നാം ഒരു നാളിൽ നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതായി വരുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ ഇടവരാതെ തല നിവർത്തി അവൻ്റെ മുൻപാകെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയാൽ കർത്താവിനാൽ കൈവിടപ്പെട്ടു പോവുകയും ലജ്ജിച്ചു പോവുകയും ചെയ്യും. ശത്രുവിൻ്റെ തന്ത്രമെന്ന് പറഞ്ഞാൽ അനേക തന്ത്രങ്ങൾ അവനുണ്ട്. അതിൽ ഒരു സുപ്രധാന തന്ത്രമാണ് ഈ തൃത്വോപദേശം എന്ന് പറയുന്ന ഉപദേശം. വേദപുസ്തകം അങ്ങനൊരു ഉപദേശം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സത്യവചനം യഥാർത്ഥമായി നാം പഠിക്കുവാൻ ആഗ്രഹിക്കുകയും അത് നാം കരസ്ഥമാക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലജ്ജ കൂടാതെ നിൽക്കുവാൻ കഴിയും. അതിനുവേണ്ടി വളരെ ശ്രദ്ധയോടെ തിരുവചനത്തിൻ്റെ വസ്തുതകളെ പഠിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് വ്യാജന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ധാരാളം ആളുകൾ തൃത്വം തെളിയിക്കുവാനായിട്ട് പല നിലകളിലുള്ളതായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ
അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്നുള്ളത് നാം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ തൃത്വം പഠിപ്പിക്കുന്നവരും തിരുവെഴുത്തുകളിൽ നിന്നാണ് ചില വാക്യങ്ങൾ എടുത്ത് സംസാരിക്കുവാനിടയായി തീർന്നത്. എന്നാൽ സ്തോത്രം, അതിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് പലരും സ്തോത്രം അതിന് കൈയടിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. ഇത് കർത്താവിന്റെ ദാസനായ യെശയ്യാവ്, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഈ ഭൂതലത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു വരുന്നതിന് ഏതാണ്ട് 700-ലധികം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ഒരു പ്രവചന ഭാഗമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പ്രവാചകൻ ഈ ദർശനം കാണുമ്പോൾ സ്തോത്രം, ഈ ശിശു ജനിച്ചിട്ട്, അഥവാ കർത്താവിൻ്റെ സങ്കല്പത്തിൽ അങ്ങനൊരു ശിശു ജാതമായിട്ട് അനേക സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാണ് ഈ ശിശു ജനിച്ചത് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോക സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ ഈ ശിശു സർവശക്തനായ ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ ജനിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം, ഏകസത്യദൈവമായ ആത്മാവും അദൃശ്യനുമായ ഏകസത്യദൈവം തൻ്റെ സ്തോത്രം ഈ ലോകത്തിലേക്ക് താൻ ജഡത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് താൻ തീരുമാനിക്കുകയും അന്ന് തന്നെ ഇപ്രകാരം ഒരു ശിശുവിന് സ്തോത്രം രൂപം നൽകിയെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ മകൻ എന്നാണ് നൽകപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിക്കപ്പെട്ട ശേഷം 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് താൻ ഈ ലോകത്തിൽ വന്ന തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം 2 കള്ളന്മാരുടെ നടുവിൽ പാപമറിയാത്തവനായ നമ്മുടെ പരിശുദ്ധ കർത്താവ് യാഗമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ ആ മകൻ ലോകത്തിലുള്ളതായ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിന് നൽകപ്പെടുവാനിടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും അധികാരം, സർവാധിപത്യം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത്. സകല ആധിപത്യവും അരുമനാഥനായ കർത്താവിൻ്റെ ചുമലിലാണ് വഹിക്കപ്പെടുവാനിടയായി തീർന്നത് എന്ന് വചനം പഠിപ്പിക്കുന്നു. അവനെ പ്രത്യേക പേർ ചൊല്ലി വിളിക്കുവാനിടയായി തീരും. അത്ഭുതമന്ത്രി എന്ന് വിളിക്കും, വീരനായ ദൈവം എന്ന് വിളിക്കപ്പെടും, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
അത്ഭുത മന്ത്രിയാണവൻ, വീരനായ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു നിത്യപിതാവാണ്. നിത്യപിതാവ് എന്ന് പറയുമ്പോൾ അവൻ നിത്യത മുതൽ നിത്യത വരെയും അവൻ പിതാവ് തന്നെയാണ്. അവൻ്റെ പിതൃത്വത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അങ്ങനെ അത്ഭുതമന്ത്രി എന്നും വീരനാം ദൈവമെന്നും നിത്യപിതാവ് എന്നും സമാധാനത്തിൻ്റെ പ്രഭു എന്നും അവൻ പേർ വിളിക്കപ്പെടുവാനിടയായിത്തീരും എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരുപക്ഷെ തൃത്വം പഠിപ്പിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ ഈ വചനഭാഗം അറിയാത്തവരല്ല, സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു നിത്യപിതാവാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം. യേശു ക്രിസ്തു തന്നെയാണ് ദൈവം എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആദിയോടെന്ന് നാം പഠിക്കുമ്പോൾ ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ആ ദൈവം യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് പുതിയ നിയമത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഉണ്ടായ ഒരു അനുഭവമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ തോമസ് എന്ന് പറയുന്നതായ ശിഷ്യൻ കൂടെ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് കർത്താവ് പ്രത്യക്ഷമാവുകയും അവരോട് സംഭാഷിക്കുകയും ചെയ്ത കാര്യം തോമസിനോട് ശിഷ്യന്മാർ അറിയിച്ചപ്പോൾ, ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ വിലാപ്പുറത്ത് അവൻ്റെ ആണിപ്പഴുതുള്ള ആ സുഷിരങ്ങളിൽ എൻ്റെ വിരലിട്ട് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറയുവാനിടയായി തീർന്നു. എന്നാൽ അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞ് യേശു തോമസും കൂടെ ഉള്ളതായ കൂട്ടത്തിൽ കടന്നു വരുവാനിടയായി തീർന്ന ശിഷ്യന്മാരുടെ ഇടയിൽ യേശു തോമസിനോട് പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. സോദരം 20-ാം അധ്യായം 28-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിച്ചില്ല. തോമസ് അവനോട്, എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കർത്താവിനെ തോമസ് കണ്ടതുകൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, അവനെ വിളിച്ചത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ് അവൻ വിളിക്കുവാനിടയായി തീർന്നത്. എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ദൈവവുമായ നിത്യപിതാവാണ് നീ എന്ന് സ്തോത്രം തോമസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യേശു പറഞ്ഞത്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ യേശു തന്നെയാണ് ദൈവം എന്ന് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിവിടെ വായിക്കുവാനിടയായി തീർന്നത്. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും
വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് പത്മോസിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്. കർത്താവ് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന്. ഇപ്പോൾ ഇരിക്കുന്നവനും മുൻപിരുന്നവനും ഇനി വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ്. ഇരുന്നവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ഇപ്പോൾ ഇരിക്കുന്നവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ഇനി വരുവാനുള്ളവനും സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു എന്ന് അരുളി ചെയ്യുകയാണ്. ഇവിടെ 2 or 3 ദൈവങ്ങൾ ഉള്ളതായി പഠിപ്പിക്കുന്നില്ല. ഏക സത്യദൈവത്തിൻ്റെ സ്തോത്രം ഒന്നിലധികമായിട്ടുള്ള ശുശ്രൂഷകളെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മുന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഏകനാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുവല്ലോ. ആ ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു ആകുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു ദൈവമായിരിക്കാൽ അവൻ പിതാവാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. പിതാവായ ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? ഒരേ ഒരു പിതാവ് മാത്രമേ നമുക്കുള്ളൂ. അവൻ തന്നെയാണ് നമ്മുടെ ദൈവം. ആ ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അവനായിരുന്നു. പിതാക്കന്മാർക്ക് നിയമത്തെ കൊടുത്തവൻ അവനായിരുന്നു. അതുകൊണ്ട് പിതാക്കന്മാർക്ക് നൽകിയിരുന്ന ആ സത്യനിയമത്തെ ഒരിക്കലും അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യരുത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഒരുപക്ഷെ ദൈവം നൽകിയിരിക്കുന്ന ഈ സത്യോപദേശത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവരായി, സ്തോത്രം, അന്യോന്യം ദ്രോഹം ചെയ്യുന്നവരായി തീരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. എല്ലാവർക്കും മീതെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു. അവൻ തന്നെയാണ് എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ. ഒന്നിലധികം ആളത്വം അവിടെ കാണുന്നില്ല. ഒരേ ഒരു ദൈവത്തിൻ്റെ ത്രിവിധമാകുന്ന പ്രവർത്തനങ്ങളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവനാണ് എല്ലാവർക്കും മീതെ ഉള്ളവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ അവനാണ്, എല്ലാവരിലും ഇരിക്കുന്നവനും അവനാണ്. അവൻ തന്നെയാണ് എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ. പ്രിയമുള്ള ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയാതെ സ്തോത്രം സാങ്കല്പികമാകുന്ന ചിന്തകളിലൂടെ ഏതെങ്കിലും സ്തോത്രം സഭാ സംഘടനകളുടെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച്
ഉപദേശത്തിൻ്റെ വസ്തുതകൾക്ക് മാറ്റം വരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ ലജ്ജിച്ചു പോകുമെന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യന്മാരായി കർത്താവിനെ സേവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എന്നും അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുകയാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവനാണ് സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ. അതുകൊണ്ട് നാം അവനായി ജീവിക്കണം, പിതാവായ ഏക ദൈവത്തിന് വേണ്ടി ജീവിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് ഏക വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരൻ സർവശക്തനായ ദൈവമാണ്. അവൻ മുഖാന്തരമായിട്ടാണ് സകലതും ഉളവാകുവാനിടയായി തീർന്നത്. അവൻ മുഖാന്തരമായിട്ടാണ് നാം ആകുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഈ വസ്തുത ജീവനുള്ള ദൈവം തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു എന്ന്, സ്തോത്രം, അവനെക്കുറിച്ച് പഠിക്കുവാൻ കഴിയണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ, സ്തോത്രം, മാനുഷികമാകുന്ന വൈശാചികമാകുന്ന ചില സങ്കല്പങ്ങളിലൂടെ ദൈവത്തെ ഒന്നിലധികമാക്കി, സ്തോത്രം, തെറ്റായി പഠിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരനുഭവം, സ്തോത്രം, അങ്ങനെയുള്ളവരിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവും ദൈവമായവൻ, സ്തോത്രം, അവൻ ഏക സത്യദൈവമാണ്. അവൻ തൻ്റെ ജനത്തെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ്. ആ സത്യദൈവത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ദൈവത്വത്തോട് അവൻ്റെ മനുഷ്യത്വം പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം, ഒരു പുത്രൻ എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം, പിതാവ് എന്ന നിലയിലും സർവശക്തനായ ദൈവമായ കർത്താവ് തൻ്റെ ശുശ്രൂഷകൾ വളരെ ശക്തമായി ചെയ്തതായിട്ടും ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ആത്മദാഹമുള്ളവൻ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ കൊടുക്കുന്ന നീരുറവിൽ നിന്നും സൗജന്യമായി അനുഭവിക്കട്ടെ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് യേശുക്രിസ്തു പറയുകയാണ്. ജയിക്കുന്നവന്, ലോകത്തെ ജയിക്കുന്നവന്, പാപത്തെ ജയിക്കുന്നവന്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തെ അനുസരിക്കുന്നവന്, ദൈവാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവന് ജീവനുള്ള ദൈവം അഥവാ കർത്താവായ യേശുക്രിസ്തു അവന് ദൈവമായിരിക്കും.
അങ്ങനെ കർത്താവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ മകനുമായിരിക്കുമെന്ന് പിതാവായ ദൈവം അരുളി ചെയ്യുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് യേശു പിതാവാകുന്നു എന്നതിന് ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത് എന്ന് വേദപഠിതാക്കളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ധാരാളം തെളിവുകൾ പിന്നെയും കൊടുക്കുവാനുണ്ട്. എന്നാൽ സ്തോത്രം, എല്ലാത്തിനും നമുക്ക് സമയം ലഭിക്കുകയില്ലല്ലോ. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, വചനം, യഹോവ തുടങ്ങിയ സകല സ്ഥാനനാമങ്ങളും പദവികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളും എല്ലാം ക്രിസ്തുയേശുവിൽ അടങ്ങിയിരിക്കുന്നതായി ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, സാക്ഷാൽ ദൈവവും പിതാവുമാണ്. സ്തോത്രം. അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തെറ്റായ നിലകളിൽ പഠിച്ചും പഠിപ്പിച്ചും ദൈവത്തെ പല കഷണങ്ങളാക്കി പല വിഭാഗങ്ങളാക്കി പഠിപ്പിച്ച് ഏകസത്യ ദൈവത്തിൽ നിന്നും ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുന്ന യാതൊരു വിധമാകുന്ന ദുരുപദേശങ്ങളിൽ ജനത്തെ പഠിപ്പിക്കാതെ വാസ്തവമായി ഏകസത്യ ദൈവം ആരാണെന്നും ആ സത്യദൈവത്തിൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്നും തിരിച്ചറിഞ്ഞ് ആ സത്യദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിലനിൽക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. പിതാവിനെ കുറിച്ചുള്ളതായ സ്തോത്രം അന്വേഷണം നടത്തിയ യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ യഥാർത്ഥത്തിൽ അറിയേണ്ടും പോലെ അറിഞ്ഞിരുന്നു എങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നവന് ഒരു പിതാവിനെ അന്വേഷിച്ച് നടക്കേണ്ടതില്ല. യഥാർത്ഥമായി അവൻ സകല സൃഷ്ടികളുടെയും പിതാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അവൻ നിത്യ പിതാവാണ് എന്ന് പ്രാരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേട്ടല്ലോ. സ്തോത്രം. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ
നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പിതാവിനെ സംബന്ധിച്ചുള്ളതായ ആ ചോദ്യോത്തര വേളയിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും പിതാവിനെ അറിയുമായിരുന്നു. എന്നെ നിങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പിതാവിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയാത്തത് എന്ന് കർത്താവ് പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. ആരെ? പിതാവിനെ. ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു. അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അവനെ കണ്ടുപിടിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് കർത്താവിനോടൊരു ചോദ്യം, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ പിതാവിനെ നിങ്ങൾ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസിന് തോന്നി കർത്താവ് പിതാവിനെ കാണിച്ചു കൊടുക്കും, അങ്ങനെ പിതാവിനെ കാണുവാൻ കഴിയും എന്നുള്ളതായ സന്തോഷത്തോടെ ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. പിതാവിനെ ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായി എന്നുള്ള അർത്ഥത്തിലാണ്, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറയുവാനിടയായി തീർന്നു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും പിതാവിനെ നിങ്ങൾ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്നാണ് ഫിലിപ്പോസിനോട് ചോദിച്ചത്. സ്തോത്രം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കണ്ടവൻ പിതാവിനെയാണ് കണ്ടിരിക്കുന്നത്, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? മറ്റൊരിടത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ സ്തോത്രം, മറ്റൊരു പിതാവിനെ കാണുവാൻ കഴിയുന്നതല്ല, ഒരേ ഒരു പിതാവ് മാത്രമേ നമുക്കുള്ളൂ. ആ പിതാവ് പഴയ നിയമത്തിൽ കാണുന്ന സർവശക്തനായ ദൈവം തന്നെയാണ്. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു ആകുന്ന ദൈവം അഥവാ കർത്താവ് അഥവാ പിതാവ് എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ളതായ വ്യാജ സന്ദേശങ്ങൾ പഠിപ്പിക്കുകയും ദൈവത്തെ പല വ്യക്തിത്വങ്ങളായിട്ട് തിരിക്കുകയും സ്വതന്ത്രം വികലമായിട്ടുള്ള നിലയിൽ ജനത്തെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യാജ ഉപദേഷ്ടാക്കന്മാർ മനസ്സിലാക്കണം, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. അവനാണ് ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. അവൻ സ്തോത്രം അദ്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യ പിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവനല്ലാതെ മറ്റൊരു പിതാവില്ല. യേശു ക്രിസ്തു തന്നെ ദൈവവും പിതാവുമാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയാതെ സ്തോത്രം ഇഷ്ടമാകുന്ന നിലയിൽ സംഘടനാ നിലവാരങ്ങൾ അനുസരിച്ച് ചില ഉപദേശങ്ങൾ പഠിപ്പിച്ച് ജനത്തെ വഞ്ചിക്കുവാനിടയായി തീർന്നാൽ സ്തോത്രം ദൈവം മുൻപാകെ അതിനൊക്കെയും കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
അതുകൊണ്ട് സ്തോത്രം നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് സ്തോത്രം ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവൻ തന്നെ ദൈവവും കർത്താവും പിതാവുമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനിൽ മാത്രം പ്രത്യാശ വെച്ച് ആ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ആയിരിക്കുക. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. അവൻ്റെ കാഹള ശബ്ദത്തിൻ്റെ മുഴക്കം നാം ഇപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുക. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ നാണക്കേട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിക്കുന്നവരെ പരിഹസിച്ചും സംസാരിക്കാറുണ്ട്. അവർ യേശു ക്രിസ്തുവിൻ്റെ നാമക്കാരാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് പറയുന്നതൊക്കെ കേൾക്കുവാൻ കഴിയുന്നു. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമധാരികളായിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. സ്തോത്രം. അവൻ്റെ നാമമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകലരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിങ്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം സംസാരിക്കുവാൻ ഇടയവന് കൃപ നൽകിയ ദൈവത്തിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയറ്റുകയാണ്. ഇടയവന് വേണ്ടി സമയം അനുവദിച്ചു തന്ന ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ടും നമ്മെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരയറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അല്പനിമിഷം നിന്റെ വചനം സംസാരിക്കുവാനിടയവന് നീ ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ തിരുമുമ്പിൽ നിൽക്കുവാൻ യോഗ്യമായ ജീവിതം നയിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കഴിവിക്കാരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, ദൈവജനത്തെ അനുഗ്രഹിക്കണം. എല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിച്ചു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മഹത്വം ഇരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.